നമസ്കാരം. ഞാൻ ഈ പരാമർശിക്കുന്ന നക്ഷത്രക്കാർക്ക് അപ്രതീക്ഷിതമായ ധനസ്രോതസ്സുകളിൽ നിന്നും ധനം കൈവശം വന്ന് ചേരുന്നതായ സമയമാണ്. അതിൻ്റെ കാരണമായി പരാമർശിക്കുവാൻ സാധിക്കുന്നത് വേദ ജ്യോതിഷം അനുസരിച്ച് ഗ്രഹരാശി മാറ്റങ്ങൾ കൃത്യമായ സമയത്ത് അതിൻ്റെതായ സമയത്ത് നടക്കുന്നതാണ്. തന്മൂലം ജീവിതത്തിൽ പല വിധത്തിലും സ്വാധീനം ചെലുത്തുവാൻ അത് സാധിക്കുന്നതുമാണ്. ജീവിതത്തിലെ ഏറ്റവും മികച്ചതായ സമയത്തിലൂടെ കടന്നു പോകുന്നതിനും മോശം സമയത്തിലൂടെ കടന്നു പോകുന്നതിനും ഗ്രഹമാറ്റങ്ങൾ കാരണമാകുന്നു എന്നതാണ് വാസ്തവം. ചൊവ്വയുടെയും ശനിയുടെയും മാറ്റമാണ് ഷടാഷ്ടക യോഗം രൂപം കൊള്ളുന്നതിന് കാരണമായി തീർന്നിരിക്കുന്നത്. ഷടാഷ്ടക യോഗത്താൽ പല രാശിക്കാർക്കും അനുകൂലമായ ഫലങ്ങൾ അഥവാ രാജയോഗം തന്നെയാണ് രൂപം കൊണ്ടിരിക്കുന്നത് എന്നതാണ് വാസ്തവം. മീനം രാശിയിലാണ് ഈ യോഗം രൂപം കൊള്ളുന്നതും. ചൊവ്വ ചിങ്ങം രാശിയിലും ശനി മീനം രാശിയിലും സംയോജിക്കുന്ന സമയത്താണ് ഷടാഷ്ടക യോഗം രൂപം കൊള്ളുന്നത്. എന്തെല്ലാം കാര്യങ്ങൾ ഇവരുടെ ജീവിതത്തിൽ സംഭവിക്കും എന്ന് ഈ വീഡിയോയിലൂടെ മനസ്സിലാക്കാം. ഏവരും ഒരു നിമിഷം സാക്ഷാൽ മഹാലക്ഷ്മി ദേവിയെ വന്ദിക്കുക. ഓ മഹാലക്ഷ്മിയെ നമഃ എന്ന് കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുവാൻ ഏവരും ശ്രമിക്കുക. ആദ്യത്തെ രാശി മിഥുനം രാശി. മിഥുനം രാശിയിൽ വരുന്ന നക്ഷത്രക്കാരാണ് മകീരം അവസാന പകുതി, തിരുവാതിര, പുണർദം ആദ്യ മുക്കാൽ ഭാഗം എന്നീ നക്ഷത്രക്കാർ. മിഥുനം രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം ഗുണകരമായ മാറ്റങ്ങൾ ജീവിതത്തിലേക്ക് കടന്നു വരുന്ന സാഹചര്യമാണ് ഉണ്ടാവുക. ഷടാഷ്ടക രാജയോഗം ഗുണപ്രദമായ മാറ്റങ്ങൾ നിങ്ങൾക്ക് നൽകും. കഠിനാധ്വാനം നിങ്ങൾ ചെയ്യും, അതിനനുസരിച്ചുള്ള ഫലങ്ങൾ വന്നു ചേരും. ചെയ്യുന്നതായ പ്രവൃത്തികൾക്ക് ധനപരമായോ അല്ലെങ്കിൽ മറ്റ് നേട്ടങ്ങളോ ജീവിതത്തിൽ സ്വന്തമാക്കുവാൻ സാധിക്കും. ജോലിയിൽ ആഗ്രഹിച്ചതുപോലെ പല നേട്ടങ്ങളും വിചാരിച്ചതുപോലെ തന്നെ പല കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകുവാൻ സാധിച്ചു എന്ന് വരാം. യാത്രകൾ ചെയ്യേണ്ടതായ സാഹചര്യങ്ങൾ വന്നു ചേരാം. സാമ്പത്തിക സ്ഥിതിയിൽ മാറ്റങ്ങൾ വന്നു ചേരാം. സഹായമായാണ് എങ്കിലും ധനം ലഭിക്കാനുള്ള സാധ്യതകളുണ്ട്. ചില സാമ്പത്തിക ആവശ്യങ്ങൾ നിറവേറ്റുവാൻ സാധിച്ചു എന്ന് വരാം. ആഗ്രഹങ്ങൾ പലതും മനസ്സിലുണ്ട്, എന്നാൽ പൂർത്തീകരിക്കുവാൻ സാധിക്കാത്ത സാഹചര്യമാണ് ഉള്ളത്. അതിൽ മാറ്റങ്ങൾ വന്നു ചേരും. സാമ്പത്തികപരമായി നിങ്ങൾ ആഗ്രഹിക്കുന്നതായ നേട്ടങ്ങൾ ജീവിതത്തിലേക്ക് തേടിയെത്തും. ലോട്ടറിയുമായി ബന്ധപ്പെട്ടും സമ്മാനങ്ങൾ ലഭിക്കാനുള്ള സാധ്യതകൾ ഇവർക്ക് വളരെ കൂടുതലാണ്. പല കോണിൽ നിന്നും സമ്പത്തിലേക്കുള്ള വാതിൽ തുറക്കും. അത് ലോട്ടറിയുമായി ബന്ധപ്പെട്ടോ അതല്ല നറുക്കെടുപ്പിലൂടെ വിജയങ്ങൾ സ്വന്തമാക്കുക, അതല്ല എങ്കിൽ നിങ്ങൾക്ക് ലഭിക്കാനുള്ള ധനം ലഭിക്കുക തുടങ്ങിയ കാര്യങ്ങളും ഈ സമയം സംഭവിക്കാവുന്നതാണ്. കഠിനാധ്വാനത്തിന് ഫലം ലഭിക്കുകയും ജീവിതത്തിൽ അതിനാൽ വളരെയധികം സന്തോഷത്തോടെ മുന്നോട്ട് പോകുവാൻ സാധിക്കുന്ന സാഹചര്യമാണ് വന്നു ചേരുക. കൂടാതെ ഈ സമയം എത്രയൊക്കെ പണം സമ്പാദിക്കുവാൻ സാധിക്കും, അത്തരം വഴികളിലൂടെ എല്ലാം തന്നെ നേരായ മാർഗത്തിലൂടെ പണം സമ്പാദിക്കുവാൻ നിങ്ങൾക്ക് സാധിക്കുന്നതായ സാഹചര്യങ്ങൾ വന്നു ചേരും. ബിസിനസ് ആരംഭിക്കുവാനുള്ള അനുകൂലമായ സാഹചര്യമാണ് ജീവിതത്തിലേക്ക് കടന്ന് വന്നിരിക്കുന്നത് എന്ന കാര്യവും ഓർക്കുക. അപ്രതീക്ഷിതമായ നേട്ടങ്ങൾ നിങ്ങളെ തേടിയെത്താം. വളരെയധികം വിഷമിച്ചിരിക്കുന്നതായ സാഹചര്യത്തിൽ ചില സഹായങ്ങൾ മറ്റുള്ളവരിൽ നിന്നും ലഭിച്ചു എന്ന് വരാം. അല്ലെങ്കിൽ മറ്റുള്ളവരുടെ സഹായത്താൽ പല പ്രതിസന്ധികളും തരണം ചെയ്യുവാൻ നിങ്ങൾക്ക് സാധിച്ചു എന്ന് വരാം. ഇത്തരത്തിൽ കാര്യങ്ങൾ നിങ്ങൾക്ക് അനുകൂലമായി ഭവിക്കുന്ന സാഹചര്യമാണ് വന്നു ചേരുക. പൊതുവിൽ ഈ സമയം നിങ്ങളെ ഭാഗ്യം തുണയ്ക്കും. ശരിയായ രീതിയിൽ ചിന്തിച്ച് ഈ സമയം നിങ്ങൾ മുന്നോട്ട് നീങ്ങുക. വൃശ്ചികം രാശി. വൃശ്ചികം രാശിയിൽ വരുന്ന നക്ഷത്രക്കാരാണ് വിശാഖം അവസാന കാൽഭാഗം, അനിഴം, തൃക്കേട്ട എന്നീ നക്ഷത്രക്കാർ. ഈ രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം ഷടാഷ്ടകയോഗം ജീവിതത്തിലേക്ക് കടന്ന് വരുന്നതായ സമയം. എന്തുകൊണ്ടും ഗുണകരമായ പല മാറ്റങ്ങളും കടന്നു വരാം. പ്രധാനമായും പല കാര്യങ്ങളിലും വിജയങ്ങൾക്കുള്ള സാധ്യതകൾ കൂടുതലാണ്. നിങ്ങളുടെ കഴിവുകൾ പുറത്തേക്ക് കൊണ്ടുവരുവാൻ സാധിക്കും. എന്തെല്ലാമാണോ നിങ്ങളുടെ കഴിവുകൾ, ആ കഴിവുകളിൽ പലതും നിങ്ങൾക്ക് അനുകൂലമാക്കി തീർക്കുവാൻ സാധിക്കും. ജീവിതം പല വിധത്തിലും നിങ്ങളെ അത്ഭുതപ്പെടുത്തുന്നതാണ്. കാരണം
ധനപരമായ നേട്ടങ്ങളോ മറ്റ് അത്ഭുതം ജനിപ്പിക്കുന്നതായ കാര്യങ്ങളോ ജീവിതത്തിൽ സംഭവിക്കാം. ധനപരമായ നേട്ടങ്ങൾ ഒന്നിൽ കൂടുതൽ ധനസ്രോതസ്സുകളിൽ നിന്നും വന്നു ചേരാം. പ്രതീക്ഷിക്കാതെ തന്നെ ധനപരമായ നേട്ടങ്ങൾ ലോട്ടറിയുമായി ബന്ധപ്പെട്ട് വലിയ തുകകൾ ലഭിക്കുകയോ അതല്ല നിങ്ങൾക്ക് ലഭിക്കാനുള്ള ധനം ലഭിക്കുകയോ നറുക്കെടുപ്പിലൂടെ മറ്റ് സമ്മാനങ്ങൾ ലഭിക്കുകയോ അത്തരത്തിൽ പല കാര്യങ്ങളിലൂടെയും ധനം വന്നു ചേരാം. ധനം ആവശ്യമുള്ള സന്ദർഭം തന്നെയാണ് നിങ്ങൾക്കുള്ളത്, അല്ലെങ്കിൽ സാഹചര്യമാണ് ഉള്ളത്. അത് നിങ്ങൾക്ക് ശരിയായ രീതിയിൽ പണം ലഭിക്കുന്നതിനുള്ള ചില സ്രോതസ്സുകൾ ലഭിക്കുന്നതായ സമയമാണ്. ചില വ്യക്തികളിൽ നിന്നും സഹായം ലഭിച്ചു എന്ന് വരാം, അല്ലെങ്കിൽ നിങ്ങൾ പ്രതീക്ഷിക്കുന്നതായ ധനം കൈകളിലേക്ക് വന്നു ചേരാം. ഇത്തരത്തിൽ പല കാര്യങ്ങളിലൂടെയും ആവശ്യങ്ങൾ നിവർത്തിക്കുകയോ കൈകളിലേക്ക് ധനം വന്നു ചേരുകയോ ചെയ്യാം. കഷ്ടപ്പെടുന്നവർക്ക് തീർച്ചയായും ഫലം ലഭിക്കുന്നതായ സാഹചര്യം തന്നെയാണ് വന്നു ചേരുക. ബിസിനസ്സുമായി ബന്ധപ്പെട്ട ലാഭം അത്ഭുതപ്പെടുത്തുന്നതായിരിക്കും. സാമ്പത്തിക പരാധീനതകൾ നിങ്ങൾക്കുണ്ട്. സാമ്പത്തിക പരാധീനതകൾ നിങ്ങൾക്ക് തരണം ചെയ്യുവാൻ സാധിക്കും. സാമ്പത്തിക നിക്ഷേപങ്ങളുമായി ബന്ധപ്പെട്ടും അനുകൂലമായ സാഹചര്യങ്ങൾ ജീവിതത്തിലേക്ക് വന്നു ചേരാം. ഗുണപരമായ പല കാര്യങ്ങളും നിങ്ങൾക്ക് ചെയ്യുവാൻ സാധിക്കുന്ന സാഹചര്യം കൂടിയാണ് വന്നു ചേരുക. ചെയ്യുന്നതായ പ്രവൃത്തികളിൽ വിജയ സാധ്യത വർദ്ധിക്കും. ഏത് കാര്യം ചെയ്യുകയാണ് എങ്കിൽ അത് തങ്ങൾക്ക് നേട്ടമായി തീരും എന്ന വ്യക്തമായ ബോധ്യം നിങ്ങൾക്ക് വന്നു ചേരും. ഇത്തരത്തിൽ ധനം നിങ്ങൾക്ക് അനുകൂലമാക്കി തീർക്കുവാൻ സാധിക്കുന്ന സമയമാണ്. പൊതുവിൽ ഈ സമയം നിങ്ങൾക്ക് അനുകൂലം തന്നെയാകുന്നു. ചെയ്യുന്ന പ്രവൃത്തികളിൽ വിജയ സാധ്യത, സന്തോഷകരമായ നിമിഷങ്ങൾ വർദ്ധിക്കാം. എന്നാൽ ധനപരമായ കാര്യങ്ങൾ കൈകാര്യം ചെയ്യുമ്പോൾ അല്പം ശ്രദ്ധ പുലർത്തേണ്ടത് അനിവാര്യമാണ്. കൂടാതെ വാഹനങ്ങൾ കൈകാര്യം ചെയ്യുമ്പോൾ അല്പം ശ്രദ്ധ പുലർത്തുക. പൊതുവിൽ ഈ സമയം നിങ്ങൾക്ക് ധനപരമായ നേട്ടങ്ങൾ സാധ്യത കൂടുതലുള്ള സമയമാണ്. മീനം രാശി. മീനം രാശിയിൽ വരുന്ന നക്ഷത്രക്കാരാണ് പൂരുരുട്ടാതി, അവസാന കാൽഭാഗം ഉത്രട്ടാതി, രേവതി എന്നീ നക്ഷത്രക്കാർ. മീനം രാശിക്കാർക്ക് അവരുടെ ലഗ്നഭാവത്തിലാണ് ശനി സ്ഥിതി ചെയ്യുന്നത്. ചൊവ്വ 6ാം ഭാവത്തിലും. ഇവരിൽ ഭാഗ്യകരമായ രീതിയിലാണ് ഈ യോഗം രൂപം കൊണ്ടിരിക്കുന്നത്. അതിനാൽ പലപ്പോഴും സാമ്പത്തികപരമായ സ്ഥിരത ഇവർക്ക് കൈവരിക്കുവാൻ സാധിക്കും. അപ്രതീക്ഷിതമായ മാറ്റങ്ങൾ ജീവിതത്തിലേക്ക് കടന്നു വരും. കൂടാതെ ആരോഗ്യപരമായ ഉയർച്ച വന്നു ചേരാം. ആഗ്രഹിക്കുന്നതായ പല കാര്യങ്ങളും നേടിയെടുക്കുവാൻ സാധിക്കും. ജീവിതത്തിൽ അനുകൂലമായ കാര്യങ്ങൾ, നേട്ടങ്ങൾ സ്വന്തമാക്കുവാൻ സാധിക്കും. ബിസിനസ് പരമായ നേട്ടങ്ങൾ ജീവിതത്തിലേക്ക് കടന്നു വരുന്ന സമയമാണ്. സാമ്പത്തിക ലാഭം നിങ്ങളെ തേടിയെത്തും. മാറ്റങ്ങൾ ജീവിതത്തിലേക്ക് കടന്നു വരും. ആരോഗ്യ കാര്യത്തിൽ അത്ഭുതപ്പെടുത്തുന്നതായ മാറ്റങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലേക്ക് കടന്നു വരാം. സമ്പാദ്യവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ അനുകൂലമായി തീരാം. മികച്ച സമയമാണ് വന്ന് ഭവിച്ചിട്ടുള്ളത്. ഷടാഷ്ടയോഗം നിങ്ങൾക്ക് ധനപരമായ നേട്ടങ്ങളും സന്തോഷകരമായ നിമിഷങ്ങളും നൽകും. ഒന്നിൽ കൂടുതൽ ധനസ്രോതസ്സുകളിൽ നിന്നും ധനം വന്നു ചേരാം. പ്രതീക്ഷിക്കാതെ തന്നെ നിങ്ങൾക്ക് അപ്രതീക്ഷിത ധനസ്രോതസ്സുകളിൽ നിന്നും ധനം വന്നു ചേരും. ലോട്ടറിയുമായി ബന്ധപ്പെട്ട്, ഭാഗ്യക്കുറിയുമായി ബന്ധപ്പെട്ട് സമ്മാനങ്ങൾ ലഭിക്കുക, കൂടാതെ നറുക്കെടുപ്പിലൂടെ സമ്മാനങ്ങൾ ലഭിക്കുക, കൈവായ്പ തിരികെ ലഭിക്കുക, സഹായങ്ങൾ ലഭിക്കുക തുടങ്ങിയ കാര്യങ്ങൾ ഈ സമയം സംഭവിക്കാം. പൊതുവിൽ ഈ സമയം നിങ്ങൾക്ക് അനുകൂലം തന്നെയാകുന്നു. ആവശ്യത്തിനനുസരിച്ചുള്ള ധനം കൈകളിലേക്ക് വന്നു ചേരുന്ന സമയമാണ് മുൻപിലുള്ളത് എന്ന് മനസ്സിലാക്കുക.